ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ജിനോഷ്. അപ്പോൾ ഇന്ന് വളരെ വെറൈറ്റി ആയിക്കൊണ്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിൽ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരി കൊണ്ട് വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റിയായിട്ട് നല്ല കിഴുത്തിയുള്ള പാലപ്പം എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണ്. അപ്പോൾ ആ പച്ചരി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് എത്ര വട്ടമാണോ നിങ്ങൾ കഴുകുന്നത് ആ രീതിയിൽ കഴുകി അരയ്ക്കാനുള്ള വെള്ളത്തിൽ വേണം നമുക്കത് കുതുക്കാൻ വെക്കാൻ വേണ്ടി. അത് 1 മണിക്കൂർ നമുക്ക് വെളിയിൽ കുതുക്കാൻ വെച്ചതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് കയറ്റി വെക്കാം. അതിനുശേഷം അരയ്ക്കേണ്ട സമയമാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരയ്ക്കുമ്പോൾ മാവ് ചൂടാകാറില്ല പെട്ടെന്ന്. അപ്പോൾ ആ ചൂടാകലും മാറും, അരയ്ക്കുന്ന മാവിനൊരു പ്രത്യേക സോഫ്റ്റ്നെസ്സും കിട്ടും. അപ്പം ഞാൻ 2.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പച്ചരി ആദ്യത്തെ അരയ്ക്ക് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു. പിന്നെ വെള്ളം ഞാൻ ഒഴിച്ചേക്കുന്നുണ്ടല്ലോ, ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെയല്ല, ഇച്ചിരി ലൂസായിട്ടാണ് പാലപ്പത്തിന് അരയ്ക്കുന്നത്. ആദ്യത്തെ മാവ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം അടുത്ത ബാക്കിയുള്ള പച്ചരിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് അരിയോ കാണത്തുള്ളൂ. 2.5 ഗ്ലാസ് അല്ലേ എടുത്തേക്കുന്നത്, രണ്ടാമതരയും കുറച്ചോ കാണത്തുള്ളൂ. ശേഷം ഞാൻ 2.5 ഗ്ലാസ് പച്ചരിക്ക് വലിയൊരു തേങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഒരു ഫുൾ തേങ്ങ ഒന്നും എടുത്തിട്ടില്ല, അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ പച്ചത്തേങ്ങയാണ് എടുത്തേക്കുന്നത്. പച്ചത്തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പത്തിന്. അതിൻ്റെ കൂടെ 2.5 ഗ്ലാസ് അരിക്ക് ഞാൻ 2 അത്യാവശ്യം വലിയ തവിക്ക്, ഒത്തിരി വലിയതല്ല, ഇടത്തരം തവിക്കുള്ള ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ 2.5 ഗ്ലാസ് 2-3 സ്പൂൺ പഞ്ചസാര. അതിൻ്റെ കൂടെ ഞാനിവിടെ റെഡിമെയ്ഡ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഈസ്റ്റ് കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള നിങ്ങൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന പോലെ വെള്ളം ചേർത്ത് കൊടുത്ത് അതും നമുക്ക് അരച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം പണി ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളിനിയും അരച്ച് നമുക്ക് തലേദിവസം അരച്ച് വെച്ചേക്കുവാണ്. ഇനി നമ്മളിത് രാവിലെ എടുക്കത്തുള്ളൂ. നമ്മൾ അടച്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം രാവിലെ, ഞായറാഴ്ചയാണ് ഞങ്ങൾ സാധാരണ പാലപ്പത്തിന് അരയ്ക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് അരച്ച് വെക്കും, രാവിലെ എടുക്കും. ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വരുമ്പോഴാണ് ഉപ്പിട്ട് എടുക്കുന്നത്. അപ്പോൾ രാവിലെ പള്ളിയിൽ നിന്ന് പോയിട്ട് വന്നപ്പം പൊങ്ങിയിട്ട് താന്ന് പോയിട്ടുണ്ട്. നമുക്ക് അത് നന്നായിട്ട് അതിൻ്റെ അരിയിലൊക്കെ ഇരിക്കുന്ന എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് എടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് അത് വീണ്ടും നമുക്ക് പാലപ്പം ചുടുന്നത് വരെ കുറച്ച് നേരം കൂടി അടച്ച് വെക്കാം. അപ്പം അല്പനേരം കഴിയുമ്പോൾ അതേ നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല എന്നാ പറയുന്നത്, ഇനി ഈ അപ്പം മുകളിൽ പൊങ്ങി വന്നിരിക്കുന്ന ഇതനുസരിച്ച് കുറേശ്ശെ എടുത്ത് നമുക്ക് പാലപ്പച്ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ സോഫ്റ്റും നല്ല കിഴുത്തിയുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കണ്ടപ്പം ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ സൂൺ. അപ്പോൾ അതുപോലെ ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കയറി കാണണം. വളരെ സിമ്പിൾ റെസിപ്പീസാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.